ഈന്തപ്പഴ പുളിജാമിന് ഈന്തപ്പഴം മുജീബൊക്കെ തന്നു. വാളംപുളിക്ക് ശങ്കരവെളിച്ചം കരിയണം. അമ്മേ, ശോഭച്ചരമ്മയുടെ കല്യാണത്തിന് വെളിച്ചിന് ഞാൻ ഉപ്പ് വിളമ്പില്ല എന്ന് പറഞ്ഞ് വെളിച്ചപ്പ എന്നോട് വഴക്കാം. അതുകൊണ്ടാ നിന്റെ കൊണ്ടോണേ. ആ പോത്ത് മേടിച്ചു പോയി. ഞാൻ അവിടെ നിൽക്കാം. നീ അവിടുത്തെ ഭരണിയിൽ 6 മാസം പഴക്കമുള്ള വാളംപുളി തന്നെ വാങ്ങിച്ചോണ്ടിരണം. സുന്ദരൻ വാളമുളി പോണ് വലിച്ചിരി തിരക്കുണ്ട്. പിന്നെ വരാട്ടാ. എന്ത് രുചിയടി ചപ്പിക്കുടീന്. അപ്പൊ ഈന്തപ്പഴ പുളിജാമിന് കുരു കളഞ്ഞ ഈന്തപ്പഴം റെഡി. വാളംപുളി നന്നായി കഴുകിയെടുത്ത് അതിന്റെ കുരുവും വള്ളിയും പുള്ളിയും കളയണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 ശർക്കരയെ തിളപ്പിച്ചെടുക്കാം. ഈന്തപ്പഴത്തെയും പുളിയെയും അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പിനെയും അരിച്ചെടുത്ത ശർക്കര മിക്സിനെയും ചട്ടിയിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ വീതം ജീരകപ്പൊടിയും മുളകുപൊടിയും ചേർത്ത് ഇതേപോലെ കുറുകിയെടുത്താൽ നമ്മുടെ ഈന്തപ്പഴ പുളിജാം റെഡിയായി. ഈന്തപ്പഴ ജാം ചൂടാറുമ്പോഴേക്കും നമുക്ക് പ്ലാവിലയിൽ ഈർക്കലി കുത്തി കുമ്പള കുത്താം. ഈ പ്ലാവിലയിലേക്ക് ഈന്തപ്പഴ ജാം ഇട്ട് കൊടുക്കാം. അടിവശം എങ്ങനെ മുറിക്കുക കഴിക്കുക എങ്ങനെ. മീനു, വേറെ പുളിജാമൊന്നുമില്ല, തീർന്നില്ലേ? അതെ, നിന്റെ കൂട്ടുകാരികൾ വരുന്നുണ്ട്. നീ കൂട്ടുകാരികളായിട്ട് ഷെയർ ചെയ്യ്. ഞാൻ മാറിയിരുന്നു ഒറ്റയ്ക്ക് ഷെയർ ചെയ്യാം.